വന്യമൃഗശല്യം വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങി ഭീതിയുണ്ടാക്കുന്ന സാഹചര്യം അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തുടർച്ചയായി വരുന്ന ദിവസങ്ങളാണ്. ഇന്നും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി. കണ്ണൂർ ആറളത്തും ഇടുക്കി കാന്തല്ലൂരിലും ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ വനത്തിലേക്ക് തുരത്തിയിട്ടുണ്ട്. പാലക്കാട് അട്ടപ്പാടിയിൽ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. ഇന്ന് പുലർച്ചെയാണ് അട്ടപ്പാടി പട്ടിമാളത്തെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമെത്തിയത്. നേരത്തെയും പട്ടിമാളത്തെ കൃഷിയിടത്തിലെത്തിയ കാട്ടാനക്കൂട്ടം ഇവിടെ വ്യാപക കൃഷിനാശമുണ്ടാക്കിയിരുന്നു. ഏറെ വൈകിയാണ് പിന്നീട് ഇവ കാടുകയറിയത്. കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടത്തെ ദ്രുതകർമ്മസേന കാട്ടിലേക്ക് തുരത്തി. കോട്ടപ്പാറ മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടത്തെയാണ് ആറളം വന്യജീവി സങ്കേതത്തിനകത്തേക്ക് തുരത്തിയത്. 3 കൂട്ടമായി 21 ആനകളാണ് ജനവാസ മേഖലയിലേക്ക് എത്തിയത്. ഇടുക്കി മറയൂർ കാന്തല്ലൂരിലും ജനവാസ മേഖലയിൽ കൊമ്പന്മാരെത്തി. 4 കാട്ടാനകളുടെ കൂട്ടം 1 മാസമായി ജനവാസ മേഖലയിൽ തുടരുകയും വ്യാപക കൃഷിനാശം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെയാണ് കാട്ടാനകളെ തുരത്താനുള്ള ദൗത്യം വനംവകുപ്പ് തുടങ്ങിയത്. 80 പേരടങ്ങുന്ന വനംവകുപ്പ് സംഘമാണ് കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തിയത്. മേഖലയിൽ സ്ഥിരമായി RRT നിരീക്ഷണം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വയനാട് പനമരം ചങ്ങാടക്കടവിലെ തോട്ടത്തിലും 4 ആനകൾ തമ്പടിച്ചു. വ്യാപകമായ കൃഷിനാശമാണ് മേഖലയിൽ ഉണ്ടാക്കിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പാലക്കാട്.